ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് കൊത്തി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ഉണ്ടാക്കി കേട്ടോ പൊതിച്ചോറ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ടൊരു ചെറിയ കഷ്ണം മാങ്ങ അരിഞ്ഞത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങ, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 കുഞ്ഞുള്ളി, 2 ടീസ്പൂൺ ചതച്ച മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് മുരിങ്ങക്കായ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയും 3 ചെറിയുള്ളിയും 2 പച്ചമുളകും ചേർത്തിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കറിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് 5 ചെറിയുള്ളി അരിഞ്ഞതും 1 വലിയ പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ മുട്ട ഒരു സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ. അതിനകത്ത് 2 ഉണ്ണിയൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് മുട്ടയിൽ നിന്ന് 2 ഉണ്ണിയൊക്കെ കിട്ടണേ. പലപ്പോഴും കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടണേ. അപ്പോൾ ഈ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കായ കുത്തിക്കാച്ചിയത് ഉണ്ടാക്കാനായിട്ട് 1 കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ കായന്ന് കറിയൊന്നും വലിയാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുകയാണ്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈരും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ചിക്കൻ നമ്മൾ ലാസ്റ്റാണ് വറുക്കുന്നത്. അപ്പോൾ അത്ര നേരം നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ആ ഒരു ടൈം കൊണ്ട് തന്നെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കായ കുത്തിക്കാച്ചിയത് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ഉണ്ട് കേട്ടോ. നല്ലൊരു കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഇത് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ കൂട്ടിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കായും അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ മുമ്പേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ കായ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കായ കുത്തിക്കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിപ്പ് മുരിങ്ങക്കായ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ മസൂർ ദാലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചെറിയ പച്ചമാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മുരിങ്ങക്കായ, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനായിട്ട് ഞാനിപ്പോൾ 1 പച്ചമുളക് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിനി ഒറ്റ വിസിൽ വരുന്ന വരെ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും കറിയൊക്കെ നന്നായിട്ട് കുറുകി വരും. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊക്കെ പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇതിന് നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് മുരിങ്ങക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. ഇനി നമുക്ക് ആ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന മുട്ട വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ചോറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പൊതിച്ചോറിലേക്കുള്ള ചോറ് എപ്പോഴും അവസാനം ഉണ്ടാക്കുന്നതാണ് നല്ലത്. നല്ല ചൂട് ചോറ് ആ വാട്ടിയ ഇലയിൽ ഇട്ടിട്ട് കറികളൊക്കെ വെച്ച് പൊതിഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വറുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ പൊതിച്ചോറിൽ. നിങ്ങൾക്ക് ഫിഷ് ഇഷ്ടമാണെങ്കിൽ ഫിഷ് വയ്ക്കാം. ഇതിനി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു വാഴയില നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അത് ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിലിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം. ട്രഡീഷണലി അലുമിനിയം ഫോയിലൊന്നും അല്ല കേട്ടോ വയ്ക്കുക. ന്യൂസ് പേപ്പറൊക്കെയാണ്. എൻ്റെ കയ്യിൽ ന്യൂസ് പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇതിലേക്ക് ഇനി ചമ്മന്തിയും ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എത്ര വേണം അതനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലാതും ഇതിനകത്തേക്ക് കായ കുത്തി കാച്ചിയതും കുറച്ച് പരിപ്പ് മുരിങ്ങക്കായ കറിയും ചേർത്ത് കൊടുക്കാം. ഒരു പീസ് മുട്ട ഓംലേറ്റ് വെച്ച് കൊടുക്കാം. കുറച്ച് അച്ചാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ മടക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 4-5 മണിക്കൂറെങ്കിലും പൊതിച്ചോറ് ഇങ്ങനെ വെക്കണം. അപ്പോഴാണ് ആ ഇലയുടെ സ്വാദമൊക്കെ നമ്മുടെ ചോറിനൊക്കെ കിട്ടുക. നല്ല മണമാണ് കേട്ടോ ഈ ഇല തുറക്കുമ്പോൾ തന്നെ. ആ വാട്ടിയ വാഴയുടെ ഒക്കെ മണം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനിയും വീഡിയോ പിടിക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എല്ലാതും കുറേശ്ശെ വെച്ചിട്ട് ഒരു ഉള്ള നമുക്ക് കഴിച്ചു നോക്കിയാലോ. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.